പ്രിയമുള്ള സുഹൃത്തുക്കളെ, 13 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിമാറ്റിയ പ്രതി, ഒന്നാം പ്രതി സവാദ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സവാദാണ് യഥാർത്ഥത്തിൽ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെടുത്തത്. ബാക്കിയുള്ളവരൊക്കെ സഹായികളായിരുന്നു. ഇയാൾ കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാളെ പിടിക്കാൻ നമ്മുടെ സംവിധാനം ഇതുവരെ പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും അവസാനം അയാൾ നിയമവാഴ്ചയ്ക്ക് വിധേയനാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നബിനിന്ദ ആരോപിച്ചുകൊണ്ട്, നബിയെ അദ്ദേഹം നിന്ദിച്ചിട്ടൊന്നുമില്ല, അത് ഇപ്പോൾ പരസ്യമായ കാര്യമാണ്. PT കുഞ്ഞുമുഹമ്മദിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയാണ് ജോസഫ് മാഷ് അതേപടി പകർത്തിയാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കിയത്. എന്തായാലും പ്രകോപിതനായി മുഹമ്മദിനെ നിന്ദിച്ചു എന്നതിൻ്റെ പേരിലാണ് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, തൻ്റെ ജീവിതത്തിൽ ഇതുവരെ യാതൊരു ദ്രോഹവും ചെയ്യാത്ത ഒരു മനുഷ്യനെ പട്ടാപ്പകൽ അരുംകൊലയ്ക്ക് വേണ്ടി തന്നെയാണ് കൈയും കാലും വെട്ടിയത്. ഇത്തരം നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് എന്തു തന്നെ ആയാലും ശരി, അയാളെ നമ്മളിനി എന്തു ചെയ്യണം? ഇപ്പോൾ അയാൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. അയാൾ എന്തു ചെയ്തുവോ അത് തന്നെ അയാളോട് ചെയ്യണം. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. ഇതാണ് ഇദ്ദേഹം ഇന്നേ വരെ പ്രതിദാനം ചെയ്ത് ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്തത്, അയാളുടെ ഉദ്ബോധനം അങ്ങനെയായിരുന്നു, അയാളുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നബി ഇങ്ങനെ പ്രബോധനം തുടങ്ങിയ വേളയിൽ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ സഹോദരൻ അബുലഹബ്, ഇദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ വകവെച്ചില്ല എന്ന് മാത്രമല്ല, മുഹമ്മദിനെ വഴക്ക് പറഞ്ഞു. നീ പറയുന്നതൊക്കെ കള്ളമാണ് മുഹമ്മദേ. നബിയുടെ അള്ളാഹു ചെയ്തത് തബ്ബദ്യദ ഹബിലഹബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് തന്നെ ഇറക്കി. ഹബിലഹബേ, നീ നശിച്ചു പോവുക, നിന്റെ 2 കരങ്ങൾക്കും നാശമുണ്ടാകട്ടെ, നിന്റെ ഭാര്യ നാറാണക്കലെടുത്ത് പോകട്ടെ എന്ന് ശാപ വാക്കുകളാണ് അന്ന് അള്ളാഹു നബിക്ക് വേണ്ടി ശാപവാക്കുകൾ ചൊരിഞ്ഞതെങ്കിൽ, നബിയെ ഒരു കവി സ്ഥിരമായി ഇകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു. നബിക്ക് മക്കയുടെ അധികാരം കിട്ടിയതിന് ശേഷം തൻ്റെ എതിരാളികളെയൊക്കെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഇദ്ദേഹത്തെ ഇകഴ്ത്തിപ്പാടിയ കവി. അപ്പം ഇകഴ്ത്തിപ്പാടിയാൽ കൊല്ലണം, എതിര് പറഞ്ഞാൽ ശാപവാക്കുകൾ ചൊരിയണം. പിന്നെ നമ്മുടെ ഉസ്താദ് മദനി സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹം പണ്ടൊക്കെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള കാര്യം ഞാൻ കേട്ടതായി നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായത്, നബിയെ വഴക്കു പറഞ്ഞ വാപ്പയെ മകൻ തന്നെ തലവെട്ടിയെടുത്ത് വാളിൽ കുത്തിയെടുത്ത് നബിയുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കിയപ്പോൾ നബി സന്തോഷപുളകിതനായി. തന്നെ വഴക്കു പറഞ്ഞവനെ മകനെ കൊണ്ട് തന്നെ വെട്ടിയെടുത്ത് വാളിൽ കൊരുത്തെടുത്ത്, എന്തു മാനവികതയാണ്, എന്തു സ്നേഹമാണ്! ചോരയിട്ടു വീഴുന്ന വാപ്പയുടെ തലയെ നബിയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പുളകിതനാകാൻ, 2 പേരും പുളകിതരാകാൻ വേണ്ടി തക്ക രീതിയിൽ മാനവ സ്നേഹത്തിൻ്റെ മഹാപ്രവാഹമാണ് അവിടെ ഉണ്ടായത്. അപ്പം ഇകഴ്ത്തി പറഞ്ഞാൽ തല വെട്ടണം, പറ്റുമെങ്കിൽ മകനെ കൊണ്ട് തന്നെ തല വെട്ടിക്കണം. അപ്പം ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ ആളെ എന്തു ചെയ്യണം? ഇയാൾ സവാദ് വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, നീചകൃത്യം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് സവാദിനെ എന്തു ചെയ്യണം? സവാദിനെ കൈ വെട്ടിയെടുക്കണം, കൊല്ലണം,
ശപിക്കണോ? നമ്മൾ ഇതൊന്നും ചെയ്യില്ല. കാര്യം നമ്മൾ ആധുനിക മനുഷ്യരാണ്, കാടന്മാരല്ല, മാനവഹീനരല്ല, മനുഷ്യത്വവും സ്നേഹവും ഉള്ളവരാണ്. സവാദിനെ പിടിച്ചു. സവാദ് ഇപ്പം എവിടെയാണ്? ജയിലിലാണ്. എങ്ങനെ? കിടക്കാൻ പായ, തലയണ, കഴിക്കാൻ ആഹാരം, നീതി നിർവഹിക്കപ്പെടുന്നത് വരെ കുറ്റവാളി എന്ന് പോലും നമ്മൾ അയാളെ പറയാൻ പാടില്ല. എങ്ങനെ ഇരിക്കുന്നു? ബാപ്പ തലവെട്ടിയെടുക്കും, കവിയെ കൊല്ലും. ഇപ്പോ ജോസഫ് മാഷിന്റെ കൈ വെട്ടി മാറ്റി കൊലപ്പെടുത്താൻ തയ്യാറായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇത്തരം ആളുകളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ പൊടി കാണില്ലായിരുന്നല്ലോ. കൊന്നു കുഴിച്ചു മൂടി നാരായണത്തെ കല്ലെടുത്ത് അടങ്ങുള്ളായിരുന്നു. നമ്മളോ? ഇനി വിചാരണയാണ്, നീണ്ട വിചാരണ. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകാൻ അതിൻ്റെതായ സമയം എടുക്കണം. എന്നിട്ട് കുറ്റക്കാരനെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവപര്യന്തം ശിക്ഷിക്കും, അല്ലെങ്കിൽ 10 വർഷം, 5 വർഷം. തെളിവില്ലെങ്കിൽ, കുറ്റകൃത്യം ചെയ്തതിന് തെളിവ് വേണം. കുറ്റകൃത്യം ചെയ്തോ ചെയ്തില്ലേ എന്നതിലുപരി വിശ്വസിക്കത്തക്ക തെളിവ് കിട്ടിയില്ലെങ്കിൽ വെറുതെ വിടും. തെളിവ് കിട്ടിയാൽ ജീവപര്യന്തം ശിക്ഷിക്കും. ജീവപര്യന്തം ശിക്ഷിച്ചാൽ 12 വർഷം അല്ലെങ്കിൽ 14 വർഷം കഴിഞ്ഞ് നല്ല നടപ്പുണ്ടെങ്കിൽ വീണ്ടും ഇയാൾക്ക് പുറത്തു പോകാം. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ മിനിമം സൗകര്യങ്ങൾ സർക്കാർ ചെലവിൽ കൊടുക്കും. ഒരാൾ ആഹാരം കഴിക്കണമെങ്കിൽ, ഉറങ്ങണമെങ്കിൽ, വസ്ത്രം ധരിക്കണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, കക്കൂസിൽ പോകണമെങ്കിൽ ചിലവുണ്ട്. ആ ചിലവ് ആരാ വഹിക്കുന്നത്? നിങ്ങളും ഞാനും വഹിക്കും, നമ്മളെ ടാക്സ് മണിയിൽ. അതാണ് ആധുനികത. ഇവന്മാര് പറയുന്ന ഈ മാതൃകാ പുരുഷനുണ്ടല്ലോ, അവൻ്റെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ സവാദേ ഉണ്ടാവില്ല, സവാദമേ ഉണ്ടാവില്ല. നമ്മളോ? അപ്പൊ ആരാ മാതൃകാ പുരുഷൻ? ഈ കേൾക്കുന്ന നിങ്ങളൊക്കെയാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഭരണഘടനയെ സ്നേഹിക്കുന്ന നമ്മൾ. അതിൽ ഞാൻ സംഘികളെ ഉൾപ്പെടുത്തില്ല. ഇത് അവന്മാരുടെ മച്ചമ്പിമാരാണ്. കൈയും കാലും വെട്ടാൻ തന്നെ, പശുവിൻ്റെ പേരിൽ കൊല്ലാൻ തന്നെ നടക്കുന്ന അവറ്റകളെ നമ്മൾ ഈ കണക്കിൽ കൂട്ടുന്നില്ല. പക്ഷെ നമ്മളുണ്ട് ഈ രാജ്യത്ത്. ഒത്തിരി ആളുകളുണ്ട്. ഏകദേശം 47% കഴിഞ്ഞ ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുണ്ട്. ഒരു 3% വ്യത്യാസം നമ്മളിലുണ്ട്. മറികടക്കുമോ? നോക്കാം, ശ്രമിക്കാം, അല്ലേ? അപ്പം നമ്മൾ കുറ്റവാളിയോടെടുക്കുന്ന നിലപാട്, അപ്പം നമ്മൾ ആരെയെങ്കിലും ഇകഴ്ത്തിയോ ചീത്തയോ പറഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ ചുരുങ്ങിയ പക്ഷം ഒരു കേസ് കൊടുക്കും, മാപ്പ് പറയും. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കും. ശിക്ഷ ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കും. തെളിവ് വേണം അവിടെയും. ഇതാണ് അന്നത്തെ ഈ മാതൃകാ ജീവിതവും ഇന്നത്തെ സാമാന്യ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. സവാദുമാര് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. കുറേ സവാദ് ഭ്രാന്തന്മാർ നമ്മോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഈ ഭ്രാന്തന്മാരുടെ ഭ്രാന്തൻ തലയിൽ കയറാതെ പോകുന്ന ഈ വ്യത്യാസമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മര്യാദാ രാമന്മാരാണ്, ചത്തുപോയ രാമനല്ല. ഇന്ന് ജീവിക്കുന്ന നമ്മളാണ് മര്യാദാ രാമന്മാർ, മാതൃകാ പുരുഷന്മാർ, മാനവ സ്നേഹമുള്ളവർ. ഇനി സവാദുകളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ 13 വർഷം കൊണ്ട് സവാദെ എന്താണ് നേടിയത്? താൻ ഈ പ്രതിദാനം ചെയ്ത സംവിധാനത്തിന് എന്തൊക്കെ കോട്ടം നേട്ടമുണ്ടായി? കൈ വെട്ടിയെടുത്തല്ലോ, എന്താ നേടിയത്? ഞാൻ ലിസ്റ്റ് ഒന്ന് തരാം. തൻ്റെ മനസാക്ഷി ഉണ്ടെങ്കിൽ തന്നോട് ചോദിക്കുന്നതാണ്. തനിക്ക് പറയാനുള്ളത് ഇപ്പോഴും പറയാൻ അവസരമുണ്ട്. പറയൂ, എന്താ നേടിയത്? എൻ്റെ കണക്കിൽ ഭൂരിപക്ഷ വർഗീയത
താലോലിച്ചു വളർത്തി അതിനെക്കൊണ്ട് കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിൽ ഇവന്മാരുടെ പങ്ക് നിസാരമേ അല്ല. നമ്മൾ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയത കളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൊയ്ത്ത് ഭൂരിപക്ഷ വർഗീയതയ്ക്കായിരിക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ശക്തമായ രീതിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇനിയൊരു 15 വർഷമെങ്കിലും ഭരണം, ഇന്ത്യയുടെ ഭരണം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തണലേക്കി വളവേക്കി വെള്ളം കൊടുത്ത് പരിപോഷിപ്പിച്ചതിൽ ഈ കശ്മലന്മാരുടെ പങ്ക് നിസ്സാരമേ അല്ല. ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും 2%, 3% ഉണ്ടായിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് 15% വോട്ടിനെ അങ്ങോട്ട് പായിച്ചു കൊടുത്തത് ഈ സമാധുമാരാണ്. ഇപ്പോഴും സമാധുമാർ ജീവിച്ചിരിപ്പുണ്ട്. സമസ്തയിലെ ഒരു പീറൻ, ആ വാക്ക് ഞാൻ മനഃപൂർവ്വിക്കാൻ, പീറൻ, കീറിയവൻ, സമൂഹത്തെ കീറുന്നവൻ, സമസ്തയെ വിമർശിച്ചാൽ കൈവെട്ടും. എന്താ നമ്മുടെയൊക്കെ കൈ ഒന്മാർക്ക് വെട്ടാൻ പാകത്തിൽ ഉണ്ടാക്കി വളർത്തി വലുതാക്കി സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണോ? ഈ പറഞ്ഞവനെ ഒന്നും ആരും ചെയ്യുന്നില്ലല്ലോ, ഒരു അന്തിചർച്ചയും ഇല്ലല്ലോ, ആർക്കും ഒരു കരച്ചിലില്ലല്ലോ. അവൻ പറഞ്ഞത് നമ്മൾ വിമർശിച്ചാൽ നമ്മൾ ആരെയും വിമർശിക്കും, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം. ജനാധിപത്യം ഇവന്മാർക്ക് അന്യമാണ്, കൊന്നുകളയുമല്ലോ, അതല്ലേ അവരുടെ ജനാധിപത്യം. നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ മറുപടി പറയണം. എന്നെ നിങ്ങൾ വിമർശിക്കൂ, ഞാൻ മറുപടി പറയാം. പറയൽ അതാണ്, വെട്ടലല്ല. ഇവൻ എന്നാ പറഞ്ഞത്? സമസ്തയുടെ നേതാക്കളെ വിമർശിച്ചാൽ കൈ വെട്ടിയെടുക്കുമെന്ന്. ഇതിൽ പരം അഹങ്കാരം മൂർത്ത വർത്തമാനം പറയാൻ ഇവന് പ്രചോദിതമാകുന്നത് ഇത്തരം കാടൻ വിശ്വാസങ്ങളുടെ കുറെ ആളുകളെങ്കിലും ഇവന്റെ പിന്നിലുണ്ട് എന്ന ധാരണയാണ്. ഈ ധാരണ പൊളിച്ചെഴുതപ്പെടും തീർച്ച. അത് ഏതു വിധേന എന്നുള്ളത് നമുക്കിപ്പോൾ തീർച്ചപ്പെടുത്താൻ പറ്റില്ല. ഇവർ സൂക്ഷിച്ചാൽ അവർക്ക് നല്ലതെന്നേ പറയാനുള്ളൂ. പിന്നെ സമാധിന്റെ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? പേപ്പട്ടിയെ പോലെ വേട്ടയാടപ്പെട്ടില്ലേ? പേപ്പട്ടിയെ പോലെ, പേപ്പട്ടി തന്നെയാണ്, ഊതിക്ക് തീർത്ത് കളഞ്ഞല്ലേ, തല പൊക്കാനൊക്കാത്ത രീതിയിൽ. നമ്മുടെ മദനി സാഹിബ്, അദ്ദേഹത്തെ പണ്ട് കണ്ടാൽ എനിക്ക് അറപ്പും വെറുപ്പുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിത്രം കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. എത്ര ഉറഞ്ഞു തുള്ളിയ മനുഷ്യനാണ്. ഈ രാജ്യത്തെ എത്രയോ ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്ത, ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കിയ, ഈ രാജ്യത്ത് ഹിന്ദു ഭൂരിപക്ഷത്തിന് സ്ഥാനമുണ്ടാക്കി കൊടുത്ത, കസേരയിട്ട് അലങ്കരിച്ചിരുത്തിയ വ്യക്തിയാണ് മദനിയെങ്കിൽ മദനിയുടെ അവസ്ഥ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ഓടിച്ചോടിച്ചോടിച്ച് തല്ലി കാലൊടിച്ച്, അക്ഷരാർത്ഥത്തിൽ കാലൊടിച്ച്. ഇതാണ് സവാദേ നിന്റെയൊക്കെ വിധി. നീയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എണ്ണത്തിന്റെ സംഖ്യയാണ്, എണ്ണത്തിന്റെ കണക്കാണ്, അല്ലാതെ ഒരുത്തന്നെയും സാമർഥ്യമൊന്നുമില്ല. എണ്ണം എവിടെ കൂടുതൽ? 10 ദുഷ്ടനും 5 ദുഷ്ടനും തമ്മിൽ മത്സരിച്ചാൽ 10 ദുഷ്ടനായിരിക്കും വിജയമെന്നത് തർക്കമേ ഇല്ല. കാര്യം 10ആണ്, 5നേക്കാളും വലുത് 10 തന്നെയാണ്. അതുകൊണ്ട് ഓട്ടിച്ചു കാലൊടിച്ച് കുരയ്ക്കാൻ പോലും ഒക്കാത്ത രീതിയിൽ മൂലക്കിരുത്തപ്പെട്ട് കഴിഞ്ഞല്ലോ. നീയൊക്കെ കൈ വെട്ടിയെടുത്തതിൻ്റെ പ്രതിഫലനം, ബാക്കി പത്രം, കിട്ടിയ ബാലൻസ്, ഇതൊക്കെയാണെങ്കിൽ നീയൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം? കൈവെട്ടിയോ, തലവെട്ടിയോ, വർഗീയത പ്രസംഗിച്ചോ എങ്കിൽ കൊയ്യുന്നത്, ലാഭമുണ്ടാക്കുന്നത്, ബാങ്ക് ബാലൻസ് വരുന്നത് മറ്റവന്മാർക്കായിരിക്കുമെന്നുള്ള മിനിമം ബോധമെങ്കിലും ഇവറ്റകൾക്കുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. സവാദ് കൈവെട്ടിയതിന് ശേഷം ആ മതത്തിൽ നിന്ന് കേരളത്തിൽ ലക്ഷങ്ങളുടെ പ്രവാഹമാണ് പുറത്തേക്ക്, വനിതകൾ ഉൾപ്പെടെ. കൈവിട്ട് അതിന് പ്രത്യേകിച്ചൊരു കാരണമായിട്ടുണ്ടാവും. മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ
അവൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ജനം അംഗീകരിക്കില്ല. അതൊരു മതമാണെങ്കിൽ, പ്രസ്ഥാനമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആളുണ്ടാവും. തീർച്ച. ഇന്ന് ഉസ്താദുമാരെല്ലാം കരച്ചു, യുവാക്കളും യുവതികളും മതം വിട്ടു പോകുന്നു എന്ന്. നീയൊക്കെ കൈവെട്ടാൻ നടന്നു, അപ്പോൾ ആളുകൾ അവിടെ വരുമോ? കൈവെട്ട് നിന്റെയൊക്കെ മണ്ണ് വിട്ടു, നിന്റെയൊക്കെ സ്ഥാനം വിട്ടു, നിന്നെയൊക്കെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തും. ഇനി മറ്റൊരു കാര്യം ചോദിക്കാൻ, ഈ 13 വർഷം കേരളത്തിനകത്ത് ജീവിക്കാൻ ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തത് ആരാണ്? അതായത് ഇയാളെ പിടിക്കുന്നത് കൊല്ലാനോ കൈവെട്ടാനൊന്നും അല്ല. ഇയാൾ കൈവെട്ടി, ഇയാളെ നമ്മൾ പിടിക്കുന്നത് മിനിമം ശിക്ഷ എന്താ? സമൂഹത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം. ഇവൻ കൈവെട്ടുകാരനാണ്, കടും വെട്ടുകാരനാണ്, വെട്ടുകാരനാണ്. വെട്ടുകാരന് റോഡിൽ ഇറങ്ങാൻ അധികാരമില്ല, അനുവദിക്കില്ല നമ്മൾ. അവനെ മാറ്റിപ്പാർപ്പിക്കും. ഇതിൽ നിന്ന് അയാളെ സഹായിച്ചവന്മാരാരൊക്കെയാണ് കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തുമോ എനിക്കറിയില്ല. ഇവിടെ വോട്ട് ബാങ്കാണല്ലോ വളരെ പ്രധാനം. അത് ഏതു കക്ഷിയായാലും വോട്ടിനല്ലാതെ ഒരു കാര്യവും ഇവർ ചെയ്യില്ല. അതുകൊണ്ട് ഈ സംരക്ഷിച്ചവർ, ജോസഫ് മാഷ് പറഞ്ഞല്ലോ, 1-ാം പ്രതി സാങ്കേതികമായി സവാദാണ്, 1-ാം പ്രതി പുറത്താണ്, 1-ാം പ്രതി അറിയാതെ നിൽക്കുകയാണ്, 1-ാം പ്രതി ഒളിവിലാണ്, 1-ാം പ്രതി സംരക്ഷണയിലാണ്. ആരുടെ? വോട്ട് ബാങ്കുകാരുടെ സംരക്ഷണയിലാണ്. ഒരു ചെറുവിരലനക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. അവനൊക്കെ അപങ്കൂരം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും, ജീവിക്കും. സവാദ് പിടികിട്ടി. അപ്പം സവാദിനെ സംരക്ഷിച്ചവർ മാനവദ്രോഹികളാണ്. അവൻ്റെയൊക്കെ പ്രത്യയശാസ്ത്രം പ്രകാരം നമ്മൾ കൈവെട്ടാനോ തലവെട്ടാനോ അല്ല സവാദിനെ പിടിച്ചത്. രോമത്തിൽ തൊടാൻ പറ്റില്ല. പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും, പോലീസ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പോലീസിന് ശിക്ഷയുണ്ട്. അതാണ് ഇവിടുത്തെ നിയമം. മാനവികയുടെ മകുടോദാഹരണമാണത്. പോരായ്മകൾ ഒരുപാടുണ്ടെന്നേ, അതൊന്നും മറന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ആ പോരായ്മയ്ക്കകത്ത് നിന്ന് അതിനെയും ഇതിനെയും കമ്പയർ ചെയ്യുമ്പോൾ മലവും മുല്ലപ്പൂവും തമ്മിലുള്ള വ്യത്യാസമാണ്, പറയാതിരിക്കാനാവില്ല. അങ്ങനെയുള്ള നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇവനെ സംരക്ഷിച്ച് നിർത്തിയവന്മാരുടെ സാമൂഹ്യ ദ്രോഹ മനസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. അതേവനായാലും അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് നിസ്സാരമേ അല്ല. അത്രത്തോളം രാഷ്ട്രീയം ദുഷിച്ചു പോയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മയായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യ സുഖങ്ങളെ കവർന്നെടുക്കാൻ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തൽപര കക്ഷികൾക്ക് എത്രത്തോളം ഉപകരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ പണ്ട് കേസ് 13 വർഷം മുമ്പുള്ള കേസാണോ? കഴിഞ്ഞ വർഷമല്ലേ സൽമാൻ റുഷ്ദിയെ വീണ്ടും ആക്രമിച്ചത്? ലോകവ്യാപകമായി ഈ പ്രത്യയശാസ്ത്രം എവിടെയൊക്കെ അവർക്കെതിരെ ശബ്ദമുണ്ടാക്കുന്നു അവരെയൊക്കെ വകവരുത്താൻ കൊല്ലാൻ വേണ്ടി തന്നെ, കൈവെട്ടുകയല്ല, കൊല്ലാൻ വേണ്ടി തന്നെ. സവാദിനെ നമ്മൾ ഒന്നും ചെയ്യില്ല. ഒരു പൂനുള്ളി അദ്ദേഹത്തിന്റെ ദേഹത്തെറിയാൻ പോലും നമുക്ക് പറ്റില്ല, സാധ്യമല്ല. സൽമാൻ റുഷ്ദിയെ കണ്ണുപോയി, വലം കണ്ണുപോയി, അത് വയോധികന്റെ കണ്ണുപോയി. എന്താ ചെയ്തത് അയാള്? ഇവറ്റകളുടെ മതഗ്രന്ഥം മറ്റു മതങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ പോലും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഇതൊക്കെയാണ്. ഞാൻ മദനിയുടെ അവസ്ഥ പറഞ്ഞു. സഹതാപം മർഗിക്കുന്നതാണ്. സമാധുമാര് വീട്ടിൽ നിന്ന് മുണ്ടുടുത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണേ മക്കളെ. ചാടേണ്ട സ്ഥാനത്ത് തുള്ളേണ്ട പൊക്കം കണക്കാക്കി തുള്ളിയില്ലെങ്കിൽ നടു കുത്തി വീണ് നടു ഒടിഞ്ഞു പോകും. നടു ഒടിക്കാനുള്ള ശക്തികൾ അപ്പുറത്ത് ആർജവത്തോട് നിൽക്കുന്നുണ്ട്.
അവർ മാനവദ്രോഹികളാണ്. നിങ്ങളെപ്പോലെ കണ്ണിൽ ചോരയില്ലാത്തവന്മാർ തന്നെയാണ്. അതുകൊണ്ട് സമാസമം നിന്ന് തന്നെ എണ്ണത്തിൽ അധികമുള്ളതുകൊണ്ട് സമത്തെ അസമമാക്കിക്കൊണ്ട് തന്നെ പൊരുതാൻ അവർ കരുത്തു നേടിക്കഴിഞ്ഞു. പ്രതിരോധിക്കേണ്ടതുണ്ട്, പകരം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെ? ജനാധിപത്യ മര്യാദ അനുസരിച്ച്. സവാദിനെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന മര്യാദയുണ്ടല്ലോ, ഈ മര്യാദയ്ക്കാണ് ജനാധിപത്യ മര്യാദ എന്ന് പേര്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തയ്യാറാണ്. ഞാനില്ലെന്ന് പറയുന്നില്ല, ന്യൂനപക്ഷ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ പുഴുക്കുത്തുകൾ, ഈ ചവറുകൾ സമ്മതിക്കില്ല. ചാടി വീണ് ഒച്ചയുണ്ടാക്കും, കുഴപ്പങ്ങളുണ്ടാക്കും. അതായത് കേരളത്തിനകത്തെ ഈ കൈവെട്ടിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ എത്ര മുസ്ലിങ്ങളാണ് പീഡിക്കപ്പെട്ടിരിക്കുക? ഇവറ്റകൾക്ക് ആ കണക്ക് വല്ലതും അറിയുമോ? അതൊന്നും ഇവർക്ക് താല്പര്യമില്ല. രാഷ്ട്രീയം കൈയാളാൻ വേണ്ടി തന്നെ, നേതൃത്വത്തിനു വേണ്ടി തന്നെയാണ് ഇവറ്റയൊക്കെ ഇളക്കി വിട്ടുകൊണ്ട്, മതത്തെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ചെയ്യുന്നത് പോലെ ന്യൂനപക്ഷ നേതാക്കൾ. ശാപമാണ്, ദ്രോഹമാണ്. ഹമാസ് 1700 പേരെ കൊന്നു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 25,000 ആളുകളെ കൊലയ്ക്ക് കൊടുത്തല്ലോ ആ ഭീകരൻ ഭീഷ്മ നെതന്യാഹു. കരുണയുടെ ലെവലേഷൻ പോലുമില്ലാത്ത ഹമാസിന്റെ മച്ചമ്പി തന്നെയാണ്, മൂത്താപ്പ തന്നെയാണ് നെതന്യാഹു. ഹമാസു തന്നെയാണ് നെതന്യാഹു. ഹമാസ് ഈസ് ഈക്വൽ ടു നെതന്യാഹു. 1700 ആണെങ്കിൽ അവിടെ അധികാരം, ഇവിടെ ആൾബലമാണെങ്കിൽ, ഇന്ത്യയിൽ ആൾബലമാണെങ്കിൽ അവിടെ അധികാരം. അമേരിക്കൻ പിന്തുണ. 25,000 മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്, മനുഷ്യരെ. എന്നിട്ടും ഹമാസ് പിടിച്ചവരെ വിട്ടുകൊടുത്തു, പിന്മാറിപ്പോയോ? ഉന്മൂലന സിദ്ധാന്തത്തിന് വളം വെച്ചു കൊടുക്കുകയില്ലേ? വളം വെച്ചു കയറി വാ മക്കളെ, കൊന്നു തള്ളിക്കോ. ഇവന്മാരൊക്കെ സേഫ് സോണിലാണ്. ഹമാസിന്റെ നേതാക്കളൊക്കെ സേഫ് സോണിലാണ്. തെരുവിൽ പച്ചയായ നിസ്സഹായരായ മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ, ഇവരൊക്കെയാണ് മരിച്ചു വീഴുന്നത്. ഉത്തരേന്ത്യയിൽ പശുവിൻ്റെ പേരിൽ, മൂത്രത്തിൻ്റെ പേരിൽ, വിഗ്രഹത്തിൻ്റെ പേരിൽ ആട്ടിയോടിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന അവിടുത്തെ മുസൽമാന്മാരെ കുറിച്ച് ഈ സവാദുമാർക്ക് എന്തെങ്കിലും ചെറിയ തോന്നലെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവെട്ടാൻ പോകുമോ? ഈ കൈവിട്ട് എത്രത്തോളം അവരെ വളർത്തി ഇതുപോലെയാക്കി എന്ന് യുവന്മാർ എന്നെങ്കിലും ചിന്തിക്കുമോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സവാദ് വിവാഹം ചെയ്തു, 2 കുട്ടിയുടെ പിതാവാണ്. അപ്പോൾ സവാദ് വിചാരിച്ചു, അതായത് മിനിമം രീതിയിൽ ശിക്ഷിക്കുന്ന ഈ ശിക്ഷാ സമ്പ്രദായത്തിന് തന്നെ എനിക്ക് പിടികൊടുക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്നും, ഞാൻ സുഖലോലുപതയോടെ ജീവിക്കാൻ. സുഖലോലുപതയാണോ? അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് വർത്തമാനം പറയേണ്ടി വരും. എങ്കിലും നിയമത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ നിതാന്ത്രമായി ശ്രമിക്കും എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം. 2 കുട്ടികൾ. അവരെയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെപ്പോലെ കണക്കാക്കി ആ സ്ത്രീയോട് സഹതാപം പൂണ്ട് തന്നെ ഈ സമൂഹം പെരുമാറും, ഈ രാജ്യം പെരുമാറും. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സവാദിനെ നമുക്ക് ഇനി എന്തു ചെയ്യാം? പൂജപ്പുരയിൽ കൊണ്ടുവരാം. പൂജപ്പുരയിലാണെങ്കിൽ സിറ്റിയിൽ 33 ഡിഗ്രി ആണെങ്കിൽ പൂജപ്പുരയിൽ 31 ഡിഗ്രിയേ ഉണ്ടാവും. കാരണം മരങ്ങളാൽ നിബിഡമാണ്. അയാൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, അയാൾ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. 20 രൂപയ്ക്ക് 4 ചപ്പാത്തിയും 30 രൂപയ്ക്ക് ചിക്കൻ കറിയും എനിക്ക് വാങ്ങിച്ച് തിന്നാൻ പാകത്തിൽ സവാദ് ഒരു നല്ല കുക്കായി സുഖമായി കിടന്നുറങ്ങാൻ പൂജപ്പുരയിൽ എത്തുമായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.